ആയുഷ് മാത്രേ, അജിങ്ക്യ രഹാന, സർഫ്രാസ് ഖാൻ, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ, ക്യാപ്റ്റൻ ഷർദുൽ താക്കൂർ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇന്ന് കേരളം തോൽപ്പിച്ച മുംബൈ ടീമിൽ കളിക്കുന്ന താരങ്ങളാണിവർ. ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പുമായി എത്തിയ മുംബൈ ടീമിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സഞ്ജു സാംസണും സംഘവും. ലക്നൌവിൽ വെച്ച് നടന്ന മത്സരത്തിൽ 15 റൺസിനാണ് കേരളത്തിന്റെ വിജയം. എലൈറ്റ് ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്തുള്ള മുംബൈക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് നേടി. മുംബൈ ടീമിന്റെ മറുപടി 19.4 ഓവറിൽ 163 റൺസിൽ അവസാനിച്ചു. 28 പന്തിൽ 46 റൺസ് നേടിയ സഞ്ജുവിന്റെ വെടിക്കെട്ടോടെയാണ് കേരളത്തിന്റെ ഇന്നിംഗ്സ് ആരംഭിച്ചത്. ഷർദുൽ താക്കൂർ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ കേരളം 11 റൺസ് നേടി. IPL പരിചയ സമ്പത്തുള്ള തുഷാർ പാണ്ഡെയാണ് മുംബൈക്കായി രണ്ടാമത്തെ ഓവർ എറിയാനെത്തിയത്. ഈ ഓവറിലും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത കേരളം 15 റൺസ് കൂടി നേടിയെടുത്തു. 4-ാം ഓവറിൽ 2 റൺസ് എടുത്ത റോഹൻ കുന്നുമലിനെ കേരളത്തിന് നഷ്ടമായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 56 എന്ന നിലയിലായിരുന്നു കേരളം. ഇതിൽ 46 റൺസും സഞ്ജുവിന്റെ സമ്പാദ്യമായിരുന്നു. എന്നാൽ 7-ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ ഷർദുൽ താക്കൂർ സഞ്ജുവിനെ വീഴ്ത്തി. 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന വിഷ്ണു വിനോദും മുഹമ്മദ് അസ്ഹറുദ്ദീനും ചേർന്ന് വലിയ പരിക്കുകളില്ലാതെ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഇന്നിംഗ്സിന് വേഗത കുറവായിരുന്നു. വിഷ്ണു വിനോദ് 40 പന്തിൽ 43 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. മുഹമ്മദ് അസ്ഹറുദ്ദീൻ 25 പന്തിൽ 32 റൺസ് നേടി പുറത്താകുമ്പോൾ 14.4 ഓവറിൽ 121 റൺസ് ആയിരുന്നു കേരളത്തിന്റെ സ്കോർ. 15 പന്തിൽ 35 റൺസ് നേടിയ ഷറഫുദ്ദീന്റെ വെടിക്കെട്ടിന്റെ ബലത്തിലാണ് കേരളം ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. 5 ബൗണ്ടറികളും 2 സിക്സുകളും ഉൾപ്പെടുന്നതായിരുന്നു ഷറഫുദ്ദീന്റെ ഇന്നിംഗ്സ്. 179 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈക്ക് ഓപ്പണർ ആയുഷ് മാത്രയെ ആദ്യ ഓവറിൽ തന്നെ നഷ്ടമായി. ടൂർണമെന്റിൽ ഇതിനകം 2 സെഞ്ചുറികൾ നേടി മികച്ച ഫോമിലുള്ള മാത്രയുടെ കുറ്റി ഷറഫുദ്ദീൻ തെറിപ്പിച്ചു. കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ അജിങ്ക്യ രഹാനെ മത്സരം മുംബൈക്ക് അനുകൂലമാക്കി നിലനിർത്തി. 2-ാം വിക്കറ്റിൽ സർഫ്രാസ് ഖാനൊപ്പം ചേർന്ന് 80 റൺസിന്റെ കൂട്ടുകെട്ടാണ് രഹാനെ പടുത്തുയർത്തിയത്. 18 പന്തിൽ 32 റൺസ് നേടിയ രഹാനയെ പുറത്താക്കി വിഘ്നേഷ് പുത്തൂർ കേരളത്തിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. തൊട്ടു പിന്നാലെ 40 പന്തിൽ 52 റൺസ് നേടിയ സർഫ്രാസ് ഖാനും പുറത്തായി. പിന്നീട് അങ്ങോട്ട് കേരള ബോളർ KM ആസിഫിന്റെ വിളയാട്ടമായിരുന്നു. സായ്രാജ് പാട്ടീലിനെ പുറത്താക്കി വിക്കറ്റ് വേട്ട ആരംഭിച്ച ആസിഫ് 3.4 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. 25 പന്തിൽ 32 റൺസ് എടുത്ത സൂര്യകുമാർ യാദവിനെ ആസിഫ് പുറത്താക്കിയപ്പോൾ 7 പന്തിൽ 11 റൺസ് എടുത്ത ശിവൻ ദുബെ വിഘ്നേഷ് പുത്തൂരിന് വിക്കറ്റ് സമ്മാനിച്ചു. ക്യാപ്റ്റൻ ഷർദുൽ താക്കൂറിനെ ആസിഫ് ഗോൾഡൻ ഡക്കാക്കി മടക്കി. 18-ാം ഓവറിൽ 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് ആസിഫ് വീഴ്ത്തിയത്. പേരുകേട്ട താരങ്ങളെല്ലാം കളിച്ച മുംബൈ ടീമിനെ തോൽപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞത് ആരാധകർക്ക് ആവേശമായി മാറിയിരിക്കുകയാണ്. കേരളത്തിനായി ഷറഫുദ്ദീൻ 3 ഓവറിൽ 23 റൺസ് വഴങ്ങി 1 വിക്കറ്റാണ് വീഴ്ത്തിയത്. വിഘ്നേഷ് പുത്തൂർ 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും MD നിതീഷ്, അബ്ദുൽ ബാസിറ്റ് എന്നിവർ ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി. മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും നിർണായകമായ ഒരു വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്ത ഷറഫുദ്ദീനാണ് കളിയിലെ താരം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നിലവിൽ എലൈറ്റ് ഗ്രൂപ്പ് എയിൽ 3-ാം സ്ഥാനത്താണ് കേരളം. ആന്ധ്ര, ആസാം തുടങ്ങിയ എതിരാളികൾക്കെതിരെയാണ് കേരളത്തിന്റെ ഇനിയുള്ള മത്സരങ്ങൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.